ജൂഹി ചാവലയ്ക്ക് നടക്കാൻ വയ്യ. കാരണം അവരുടെ രൂപ കൊണ്ടുണ്ടാക്കിയ അണ്ടർവയർ നിലത്തുകൂടി ഇഴയുകയാണ്. നടക്കുമ്പോൾ പലപ്പോഴും അണ്ടർവയറിൽ തട്ടി വീഴുകയുമാണ്. ജൂഹി ചാവലയെ അറിയില്ലാത്ത മലയാളികൾ കുറവായിരിക്കും. ഹരികൃഷ്ണൻസ് എന്ന സൂപ്പർ ഹിറ്റ് മലയാളം മൂവിയിലെ നായികയുമായിരുന്നു അവർ. 2013 ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ അവർ ചെയ്ത ട്വീറ്റാണ് ഇത്. ദൈവത്തിന് നന്ദി, എന്റെ അണ്ടർവെയറിന്റെ പേര് ഡോളർ എന്ന് ആയതിൽ. രൂപ ആയിരുന്നെങ്കിൽ തെരുതെരെ ഊർന്ന് താഴേക്ക് പോയേനെ. 2013 ഡോളറിനെതിരെ രൂപയുടെ നിരക്ക് ഏതാണ്ട് 58 രൂപ ആയിരിക്കുമ്പോഴാണ് അവർ ഈ ട്വീറ്റ് ചെയ്തത്. 2014 മോദി അധികാരത്തിൽ വന്നപ്പോൾ ഇവരുടെ ആ വിഷമം കണ്ട് അന്ന് മോദി അവർക്ക് വാക്കുകൊടുത്തു, ഇനി മുതൽ രൂപ അണ്ടർവെയർ ധരിക്കണം, അത് ഒരിക്കലും ഇനി താഴെ പോകില്ല എന്ന് മാത്രവുമല്ല, പൊങ്ങി പൊങ്ങി തലയുടെ മുകളിൽ എത്തും. അതായത് മോദി പറഞ്ഞത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ജൂഹി അരക്കിടുന്ന അണ്ടർവെയർ മോദി ഭരണകാലത്തിൽ അവരുടെ തലയിൽ എത്തുമെന്ന്. അങ്ങനെ ജൂഹി ചാവല ജൂഹി ചായ്വാലയായി തീർന്നു. ഫാസ്റ്റ് ഫോർവേഡ് ടു 2024 ഡിസംബർ. ഇപ്പോൾ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 85 രൂപയിൽ കൂടുതലായിരിക്കുകയാണ്. അങ്ങനെ രൂപ മോദി പറഞ്ഞതിന് വിപരീതമായി വീണ്ടും കുത്തനെ താഴേക്ക് പതിച്ച് ജൂഹി ചായ്വാലയുടെ അണ്ടർവെയർ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആയിരിക്കുകയാണ്. നടക്കുമ്പോൾ നിലത്തുകൂടി ഇഴയുകയാണ്. അവരുടെ രൂപ അണ്ടർവെയർ നിലത്ത് തട്ടി ഇടയ്ക്കിടയ്ക്ക് അവർ തട്ടി വീഴുകയും ചെയ്യുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ഈ ട്വീറ്റ് കണ്ടോ? മോഡിനോമിക്സിന്റെ വീഴ്ചയോട് വീഴ്ച. 2014 രൂപയുടെ മൂല്യം എത്രയായിരുന്നു? ഒന്നുകിൽ രൂപ വീഴും അല്ലെങ്കിൽ മോദി വീഴും. തീരുമാനം നിങ്ങളുടേതാണ്. ഇപ്പോൾ 1 രൂപ കൊടുത്താൽ $0.012 മാത്രമാണ് ലഭിക്കുക. എന്നാൽ രൂപയുടെ ഈ വീഴ്ചയ്ക്ക് കാരണം രാഹുൽ ഗാന്ധി തള്ളിയിട്ടതാണ് എന്നാണ് നിർമ്മല സീതാരാമൻ പറയുന്നത്. അല്ലാതെ വെറുതെ വീണതല്ല. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായ നിലയിലാണ്. ബാങ്കുകൾ വലിയ ക്യാഷ് ക്രൈസിസ് ആണ് നേരിടുന്നത്. കുത്തനെ ഇടിയുന്ന രൂപയുടെ മൂല്യം എങ്ങനെയും പിടിച്ചു നിർത്താൻ വേണ്ടി ഇന്ത്യയുടെ ഡോളർ റിസർവിൽ നിന്ന് വളരെയേറെ ഡോളറാണ് റിസർവ് ബാങ്ക് മാർക്കറ്റിൽ ഇറക്കിയത്. ഇന്ത്യയുടെ ഡോളർ റിസർവ് കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. വരും നാളുകളിൽ ഈ ക്യാഷ് ക്രൈസിസ് വീണ്ടും രൂക്ഷമാകുമെന്നാണ് എല്ലാ സൂചനകളും. ജൂഹിയുടെ ആ ട്വീറ്റിനെ കുറിച്ച് JP ടോക്സ്, അതായത് ഞാൻ ചെയ്ത രസകരമായ ട്വീറ്റാണിത്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ രൂപ തുരുതുരെ താഴെ പോകുന്നതുകൊണ്ട് ജൂഹി ഡോളർ കൊണ്ടുള്ള അണ്ടർവെയർ ആയിരുന്നു ധരിച്ചിരുന്നത്. മോദിയുടെ ഭരണത്തിന് കീഴിൽ രൂപ കൊണ്ടുള്ള അണ്ടർവെയർ ധരിക്കുകയാണെങ്കിൽ അത് പൊങ്ങി ജൂഹിയുടെ തലയ്ക്ക് മുകളിൽ എത്തുമെന്ന് മോദി അവർക്ക് വാക്ക് നൽകി. മോദിയുടെ വാക്ക് വിശ്വസിച്ച് അവർ അതിന് സമ്മതിച്ചു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ജൂഹി ചായ്വാലയ്ക്ക് തന്റെ രൂപ അണ്ടർവെയർ നിലത്തുകൂടി ഇഴയാൻ തുടങ്ങിയതിനാൽ നടക്കാൻ മേലാത്ത അവസ്ഥയിലാണ്. ഈ നട്ടെല്ല് നഷ്ടപ്പെട്ട സെലിബ്രിറ്റികൾക്ക് കോൺഗ്രസിന്റെ ഭരണകാലത്ത് എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, ജനാധിപത്യമുണ്ടായിരുന്നു. ഇപ്പോൾ രാജ്യം എല്ലാ രീതിയിലും വളരെ പരിതാപകരമായ സ്ഥിതിയിൽ എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ പോലും അവർക്ക് ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ആവില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ EDയും ഇൻകം ടാക്സും CBIയും കയറിയിറങ്ങി അവരുടെ ജീവിതം നരകമാകും. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അതിനാൽ ജൂഹി ചായ്വാല ഉൾപ്പെടെയുള്ളവർ കണ്ണുമടച്ച് മോദി സ്തുതികൾ പാടുകയാണ്. അതാണ് നോൺ ബയോളജിക്കൽ രാജ്യത്തിന്റെ ദുരവസ്ഥ.